ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഒരു ചെറിയ വ്ലോഗാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. നമ്മൾ ചെന്നൈ വഴിയാണ് ബാംഗ്ലൂരേക്ക് പോയത്. ബാംഗ്ലൂർ എൻ്റെ മോള് വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ജൂലൈ മുതൽ അവൾ അവിടെയാണ്. അവൾക്കൊരു സർപ്രൈസും കൊടുക്കാം എന്ന് വിചാരിച്ച് അവൾക്ക് വേണ്ടുന്ന ഐറ്റംസാണ് ഈ പെട്ടിക്കകത്തുള്ളത്. മൊത്തം ഒരു ലോഡ് ഐറ്റംസുമായിട്ടാണ് ഞങ്ങൾ പോയത്. നമ്മളവിടെ എത്താറായപ്പോഴത്തേക്കും ജസ്റ്റ് നമുക്ക് അവരുടെ ബിൽഡിങ്ങിൽ കയറണമെന്നുണ്ടെങ്കിൽ അവരുടെ പാസ് വേണം. അത് കാരണം വിളിക്കേണ്ടി വന്നു. വിളിച്ചത് കാരണം സർപ്രൈസ് പൊളിഞ്ഞു. ഇതാണ് എൻ്റെ മോള്. ശരിക്കും സന്തോഷമായി. 2-3 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അവളെ കാണുന്നത്. അത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോ കോളിൽ കാണുന്നതുകൊണ്ട് റൂമൊക്കെ നല്ല പരിചയമായിരുന്നു. ഇവിടെ ഒരാളുണ്ട്, നോക്കിക്കോണം. ഈവനെ റോഡ് സൈഡിൽ നിന്ന് മോള് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് വലിയ സെറ്റപ്പിലാണ് അദ്ദേഹം. ഭയങ്കര ക്യൂട്ട്, ഭയങ്കര സ്വീറ്റ് ക്യാറ്റാണ് കേട്ടോ. ഞാനീ പണ്ട് മുതലേ ക്യാറ്റ്സിനെ വളർത്തുന്നതുകൊണ്ട് റെസ്ക്യൂ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ക്യാറ്റ്സിനെ. പ്രത്യേകിച്ച് പറയേണ്ടുന്നത് ഹസ്ബൻഡിന് പണ്ട് ക്യാറ്റ്സിനെ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കൂടി ഹസ്ബൻഡും ക്യാറ്റ്സിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ട്. അവർ 3 ഫ്രണ്ട്സ് ഒരുമിച്ച് താമസിക്കുന്ന ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ അവർക്ക് കമ്പനിയായിട്ട് ഈ കുഞ്ഞതും കൂടെ ഉള്ളത് ശരിക്കും നമുക്കൊരു സന്തോഷമാണ് കാണുമ്പോൾ. കിച്ചനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചട്ടമ്പിത്തരാണ്, കാണാൻ തന്നെ നല്ല രസമാണ്. കിച്ചണിൽ അത്യാവശ്യം ഐറ്റംസൊക്കെ അവൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പോയിട്ട് അത്യാവശ്യം ഐറ്റംസ് കുക്ക് ചെയ്തൊക്കെ കൊടുത്തു. നാട്ടിൽ നിന്ന് പൊതിച്ചോറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ദുബായിൽ നിന്ന് നാട്ടിൽ പോയിട്ടാണ് ബാംഗ്ലൂരേക്ക് പോയത്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പൊതിച്ചോറൊക്കെ കൊണ്ടുപോയി അത് ഹാപ്പിയായിട്ട് കഴിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായി. ഇത് ന്യൂ ഇയറിന് തലേന്നാണ് ഞങ്ങളവിടെ പോയത്. മോളുടെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശരിക്കും അവിടുത്തെ മൊത്തത്തിലുള്ളൊരു വൈബൊക്കെ രസമാണ്. അവരുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഇതുപോലെ ഒരു മ്യൂസിക്കൽ ബാൻഡൊക്കെ വന്ന് പാട്ടൊക്കെ പാടി കറക്റ്റ് ആ ടൈമായപ്പോൾ സെലിബ്രേറ്റ് ചെയ്തതൊക്കെ ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിപ്പൂച്ച നമ്മളുമായിട്ട് എല്ലാവരുമായിട്ടും കൂട്ടായി. ആൾ വളരെ ചില്ലാണ്, അവിടെ റിലാക്സ്ഡ് ആയിട്ട് ഫുൾ സെറ്റപ്പിൽ അവിടെ കിടക്കുകയാണ്. അതിന് കിട്ടിയപ്പോൾ ഇതിനെക്കാട്ടി ഇത്തിരി കുഞ്ഞതായിരുന്നു നമ്മോള് പറഞ്ഞേ. ഇതാണ് അവരുടെ ഫ്ലാറ്റ്. ശരിക്കും രാവിലെ അവിടെ നിന്ന് വെളിയിലോട്ടുള്ള വ്യൂ നല്ല രസമുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വെച്ചാലും മൊത്തത്തിലൊരു നല്ല വൈബാണ്. ഞങ്ങളിൽ നിന്നൊക്കെ മാറി അവൾ ശരിക്കും അവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ കൂടെ നിന്ന് കുഞ്ഞിക്കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ ജോബായി. നേരെ ഡയറക്റ്റ് അവിടെ പോയതാണ്. അവിടെ ഓക്കെ ആവുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. നല്ല 2 റൂംമേറ്റിനെയൊക്കെ കിട്ടിയതുകൊണ്ട്, ഫ്ലാറ്റ് മേറ്റ്സാണ്, അവരെ കിട്ടിയതുകൊണ്ട് ശരിക്കും ആൾ കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് താഴെ വന്നപ്പോഴേക്കും അവിടെ ഒരു മോളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരാൾ നിന്നിട്ട് പാടുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ ഇഷ്ടമുള്ള പഴയ ഹിന്ദി സോങ്സ്, കന്നഡ സോങ്സൊക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. കോപ്പിറൈറ്റ് വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓഡിയോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോ ഉള്ള വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിരക്ക് പിടിച്ച ലൈഫിൽ ഇതുപോലെയുള്ള ഫാമിലി മൊമെൻറ്റ്സ് ഭയങ്കര പ്രഷ്യസ് ആണ്. ആകെ കിട്ടുന്ന കുറച്ച് ദിവസമാണെങ്കിലും എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഫാമിലി മാത്രമേ അവസാനം കൂടെ ഉണ്ടാവുള്ളൂ നമ്മളുടെ. അപ്പോൾ ശരിക്കും അവരുടെ കൂടെയുള്ള മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുക, മെമ്മറീസാണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. സെയിം ഡേ തന്നെ ഞങ്ങൾ കൂർഗിലേക്ക് പോയി. ജനുവരി ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കൂർഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലൊരു ചിന്തയിൽ ഭയങ്കര തണുപ്പാണെന്നൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം രാത്രിയൊക്കെ ആയി അവിടെ എത്തിയപ്പോൾ. ഇൻവെൻട്രി ആരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലീൻ ആയിട്ടുള്ള നല്ല ബെസ്റ്റ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോർട്ടായിരുന്നു. സമയക്കുറവ് കൊണ്ട് തന്നെ അവരുടെ പൂൾ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ
അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ഗ്രീനറിയും നല്ല രസമായിരുന്നു. അതിൻ്റെ ആ ഒരു വെളിയിൽ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവിടെ ആ ഒരു ഏരിയയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്കവിടെ സമയം കുറവായതുകൊണ്ട് അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് തൊട്ടടുത്താണെന്ന് അറിഞ്ഞു. ആനകൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ് കേട്ടോ അത്. ശരിക്കും യുണീക്കായിട്ടുള്ള ഒരു എക്കോ ടൂറിസത്തിൻ്റെ ഡെസ്റ്റിനേഷനാണത്. ദുബാര എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ ദസറ സെലിബ്രേഷനൊക്കെ വേണ്ടിയിട്ട് എലിഫൻസിനെ ട്രെയിൻ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴാണെങ്കിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം എലിഫൻസിനെ ശരിക്കും വലിയ ഒരു ഏരിയയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അവർ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വർഷത്തിലെ ഒരുവിധമുള്ള എല്ലാ മാസങ്ങളിലും അവിടെ വരാറുണ്ട്. ദുബാര എലിഫൻറ്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റിവറിൻ്റെ നടുക്കുള്ള ഒരു ഐലൻഡ് പോലത്തെ ഒരു ഏരിയയിലാണ്. അങ്ങോട്ട് പോകുന്ന ഈ ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ് തന്നെ ശരിക്കും നമ്മൾ നല്ലതുപോലെ എൻജോയ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഏരിയയിൽ പോലുമില്ല. നമ്മുടെ നാട്ടിലുള്ള പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലും പോകുമ്പോൾ ഒരുപാട് വേസ്റ്റുകളും കാര്യങ്ങളും കാണാറുണ്ട് വെള്ളത്തിലൊക്കെ. അപ്പോൾ ശരിക്കും അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി. ക്രിസ്മസും ന്യൂ ഇയറും ഹോളിഡേയ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ കുറേ ആനകൾ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് ആനകളെ കാണുമ്പോൾ തന്നെ നമ്മൾ ആഹാ നാക്കൂലേ. ഇത് ഇഷ്ടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല കുഞ്ഞി ആനകൾ, വലിയ ആനകളും ഒറ്റക്കൊമ്പനും അങ്ങനെ കുറേ ആനകളുണ്ട്. ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ആനകളുടെ കൂടെ ആൾക്കാർക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, അതിനെ ഫീഡ് ചെയ്യാൻ പറ്റുക, കുളിപ്പിക്കാൻ പറ്റുക, അതിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാണുക, അതുപോലെ ആ ഒരു റിവറിൽ റാഫ്റ്റിങ്, അങ്ങനെയുള്ള കുറേ ഈ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു പ്ലേസാണ്. നമ്മുടെ വൈക്കോല് പോലെയുള്ള ചെറിയ കെട്ടുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 50 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ആനയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് വീറ്റിൻ്റെ ഗ്രാസാണെന്ന് തോന്നുന്നു, നമ്മുടെ നെല്ലിൻ്റെ കറ്റയല്ല. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് ആനയുടെയൊക്കെ വയറ് നല്ലതുപോലെ നിറഞ്ഞ് ഗുണ്ടായിട്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ആന അത് കഴിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും ത്രില്ലും ഒക്കെ കാരണം ഒരുവിധമുള്ള ആൾക്കാരെല്ലാവരും എല്ലാ ആനകളെയും മാറി മാറി പോയി ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വിശാലമായിട്ടുള്ള ഒരു ഏരിയയിൽ കുറേ എൻക്ലോഷേഴ്സും കുറേ തുറന്ന ഏരിയയിലുമായിട്ട് ഒരുപാട് ആനകളുണ്ട്. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാനും ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പോകുമ്പോഴത്തേക്ക് നടക്കാൻ കുറേ ഉണ്ട്, അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അവിടെ ചെന്നപ്പോൾ ഇവർ ബാത്തിങ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആനയെ നമുക്ക് കുളിപ്പിക്കാൻ പറ്റും. ആ ഒരു നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞു റിവറില്ലേ, അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നതിന് 300 റുപ്പീസാണ്. നമുക്ക് കൂടെ നിന്ന് അതിനെ കുളിപ്പിക്കാം. ഞാൻ പക്ഷേ പേടിയായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ശരിക്കും ഭയങ്കര കൗതുകമായിരുന്നു. കുറേ ആനകളുടെ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവർ വളരെ ക്ലീൻ ആയിട്ടാണ് കേട്ടോ കീപ്പ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷം തോന്നും. ഒരുപാട് ചെങ്ങലയും കാര്യങ്ങളും ഒന്നും ഭയങ്കരമായിട്ട് ഇട്ട് ടൈ ചെയ്തിട്ടില്ല. എന്നാൽ കൂടി അതുങ്ങളെ ചെങ്ങലയിൽ കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷേ അവർ നിൽക്കുന്ന ഫെസിലിറ്റി വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് പിന്നെയും കാണുമ്പോൾ ഒരു സമാധാനം. ഇവരെ ഇടയ്ക്കിടയ്ക്ക് താഴെ നമ്മൾ നേരത്തെ കണ്ട റിവറിൽ അവർ കുളിപ്പിക്കാൻ കൊണ്ടുപോകും കേട്ടോ. ആള് നിന്ന് ആസ്വദിച്ച് തട്ടിവിടുന്നുണ്ടോ. ഇത് കുഞ്ഞാനയാണ്, അതിൻ്റെ മുടിയൊക്കെ കാണാൻ പറ്റും. നമ്മൾ കണ്ടോ, കുട്ടിയാനയാണ്, കുഞ്ഞിക്കൊമ്പൊക്കെ വെച്ച് നിൽക്കുന്ന കണ്ടോ. അമ്പലങ്ങളിലും തടിമില്ലിലും ഒക്കെ നിർത്തുന്നതിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്തായാലും ഒരു സന്തോഷമുണ്ട്. കണ്ടോ അവരുടെയൊക്കെ ഒരു തലയെടുപ്പ് കണ്ടോ. എപ്പോഴും ആൾക്കാരെയൊക്കെ കണ്ടിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് വളരെ കാമായിരുന്നു.
ഞാൻ അതിന് തൊട്ടു നിൽക്കാനുള്ള കൊതി കൊണ്ട് നമ്മൾ കൈയൊക്കെ നീട്ടുമ്പോൾ അത് തുമ്പിക്കൈ നമുക്ക് വെച്ച് തരും കേട്ടോ കയ്യിലേക്ക്. ഈ ആനക്കുട്ടിന് ഒരു കൊമ്പേ ഉള്ളൂ. ഇതുപോലെയുള്ള കുറേ ആനകളുണ്ട് ഇവിടെ. എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റിയിട്ട് അവർ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആനകളുണ്ട് അവിടെ. यहाँ पे टोटल कितना एलिफेंट्स है? 23. नहीं ആ ചെങ്ങായി പറഞ്ഞത് ആ ഒരു ഏരിയയിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ആ ഒരു സർക്കിൾ പോലത്തെ സംഭവത്തിനകത്തുള്ള ആനകളുടെ എണ്ണം മാത്രമാണ് കേട്ടോ. മൊത്തത്തിൽ അതിനകത്ത് ഹൺഡ്രഡ്സ് ഓഫ് എലിഫൻസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും അവർ വളരെ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി ആയിട്ടാണ് അവിടെ ഉള്ളത്. ആവശ്യത്തിന് ഫുഡ്, വെള്ളം, അത്യാവശ്യം ഓടി നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആനക്കൊട്ടിൽ പോലത്തെ ഒരെണ്ണത്തിലൊക്കെ ഇട്ട് റോഡിൽ കൂടെ കിലോമീറ്റേഴ്സ് കൊടും ചൂടിൽ നടത്തി അല്ലെങ്കിൽ തടിമില്ലിലൊക്കെ നിർത്തുന്ന പോലത്തെ ആനകളല്ല. ശരിക്കും അത് കണ്ടപ്പോഴത്തേക്കും തന്നെ മനസ്സ് നിറഞ്ഞു. കാട്ടിൽ ജീവിക്കേണ്ട ജീവികളാണ്, അവരവിടെ ജീവിക്കുന്നത് തന്നെയാണ് നല്ല കാര്യം. എന്നാലും ഇങ്ങനെ കണ്ടപ്പോൾ തലയിലൊക്കെ ഒരു പൊടി പറ്റിയതിനെ അവർ തട്ടിക്കളയുന്നതാണ് കേട്ടോ കണ്ടത്. ആ പാപ്പാനെ ഉപദ്രവിക്കുന്നതല്ല, വൈക്കോൽ അതിൻ്റെ തലയിൽ വീണതിനെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നപ്പോൾ തലയിൽ തട്ടി കൊടുക്കുന്നതാണ്. വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണത്. ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയും വരികയൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു അമ്പലം പോലെ ഒരു സെറ്റപ്പ് അല്ല, ചെറിയ ഇതുപോലത്തെ മൂർത്തികളുണ്ടായിരുന്നു. മഹാഗണപതിയുടെയും നന്ദിയുടെയും ഒക്കെ. ആ ഒരു നമ്മൾ ഗണപതി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണില്ലേ, അതിൻ്റെ പേരെനിക്കറിയില്ല, സോറി. അപ്പം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ആർക്കൊക്കെ പോയി തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് നോട്ടീസ് ചെയ്തത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആനക്കുട്ടൻ്റെ കുളിസീനാണ് ഗൈസ്. ആ ഒരു തോട്ടി പോലത്തെ സാധനം ജസ്റ്റ് അത് അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ അവിടെയുള്ള ഒരു ആനയുടെ പുറത്തും ഒരു ചെറിയ മുറിവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവരതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ റിവറിൽ ബോട്ടിംഗ് നടത്തുന്ന ആൾക്കാരെയും കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ആനയെ കുളിപ്പിക്കുന്നത് കാണുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ആനയെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? റോഡിൽ കൂടെ നടന്നു പോകുന്ന ആനയെ, ആറാട്ടിനൊക്കെ ആനയെ കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇങ്ങനെ ആനയെ കുളിപ്പിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് വേണേൽ അടുത്ത് പോയി കുളിപ്പിക്കാൻ പറ്റും കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 300 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കൂടെ പോയി നിന്ന് കുളിപ്പിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് ഞാൻ എന്തായാലും അത് വേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തെ വിശാലമായിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ തിരിച്ച് ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോവാണ്.
ആനച്ചന്തം പറയുന്ന ഇതാണല്ലേ, എന്ത് ഭംഗിയാ കാണാനായിട്ട്. അപ്പോൾ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാംഗ്ലൂർ പോകുന്ന ആൾക്കാർക്ക് ഈ MG റോഡ്, ബ്രിഗേഡിയർ റോഡ്, പർച്ചേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലാതെ അനിമൽസിനെയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത്. അപ്പം ശരിക്കും ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് വന്നു. തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർ ഫ്ലാറ്റിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും സമയം വളരെ പെട്ടെന്ന് പോയതുപോലെ തോന്നി. ഒട്ടും പ്ലാൻ ചെയ്യാതെ ഉള്ളൊരു യാത്രയായിരുന്നു. എന്നാൽ കൂടി ഫാമിലിയിലുള്ള എല്ലാവരെയും കാണാൻ പറ്റി എന്നുള്ളത് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം പർച്ചേസ്, പിന്നെ മോളുടെ കൂടെ കുറച്ച് ടൈം, അതുപോലെ ഈ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലെ എക്സ്പീരിയൻസ് ശരിക്കും മറക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ ബാംഗ്ലൂരിനോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം നാട്ടിൽ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ദുബൈയിലേക്ക് എത്തി. ഇവിടെ വന്ന് തിരക്കൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് വീഡിയോസ് നോക്കിയപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല വിഷ്വൽസ് അതിലുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കുഞ്ഞ് ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ ബാംഗ്ലൂരുള്ള ഈ സ്ഥിരം പോകുന്ന ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസ് അല്ലാതെയുള്ള ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അടുത്ത പ്രാവശ്യം ബാംഗ്ലൂർ ട്രിപ്പ് പോകുമ്പോൾ ഉറപ്പായിട്ടും ആ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.